ഹലോ, ഞങ്ങളെല്ലാവരും കൂടി പാടത്ത് കൂടെ ഒരു യാത്ര പോകാൻ കേട്ടോ. വേറെ ഇങ്ങോട്ടല്ല, അമ്മേൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങളെ പാടത്തിൻ്റെ ആ തലത്തിലാണ് അമ്മേൻ്റെ വീട്. അപ്പം അതിൻ്റെ രസമായിട്ട് പോകാമെന്ന് കരുതി. പിന്നെ ഇവലൊക്കെ വയൽക്കൊക്കെ നിൽക്കുന്നത് മേലെ ഒരാളുണ്ട്. എന്താ മാങ്ങ എടുക്കാൻ കയറിയതാണ് പറഞ്ഞ്. ശരിയാ, കഴിവ് തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 10-11 ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഞങ്ങളെ പാടം. പിന്നെ ആ വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഊരക്കമ്മലാണ് എന്ന് പറഞ്ഞു നയിക്കാരം. പിന്നെ ഇതാ പ്രാവ്, അതിനെ കാക്ക ഞാൻ ഇപ്പോൾ പിടിച്ചതാറിനാണ്ട് പിടിച്ചാൻ പോയതാണ്. അതതിൻ്റെ പാട്ടിന് പോയിട്ടാണ്. പിന്നെ നമ്മളെ വയ്യ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ നല്ലൊരു വ്യൂ കാണാനായിട്ടാണ്, നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ വേറെ വഴിക്കൂടെ പോയി. പിന്നെ ഇതാണ് നൊട്ടങ്ങ. പക്ഷേ പൗത്ത് തന്നെ ഇല്ല കേട്ടോ. ഇനി വേറെ എന്താ പേര് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ പാലത്തുമ്മലെത്തി. നമുക്ക് വയ്യ കിട്ടി. പക്ഷേ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. അതും എന്തൊക്കെയൊക്കെ. പിന്നെ കുട്ടികളുടെ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിട്ടാ. മീൻ കിട്ടിക്കണ അറിയില്ല. പിന്നെ നമ്മളങ്ങനെയുള്ള വിശാലമായൊരു തണലൊക്കെ ഉള്ളൊരു വഴിക്കൂടെ പോയിട്ടാ, വെയിലൊന്നും ഇല്ലാത്ത. പിന്നെ പാടത്തിൻ്റെ എല്ലാ മൂലയിലും കുട്ടികൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇത്രയും നല്ല വഴി ഉണ്ടായിട്ടൂല, ഇതിലൂടെ ചാടി കടന്ന് വന്നിങ്ങനെ. പിന്നെ ഈ പൂവും പാടത്തെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ കണ്ടു കേട്ടോ. നിറച്ചുണ്ട്, എല്ലാ ഭാഗത്തുണ്ട്. അങ്ങനെ നമ്മൾ അമ്മായിൻ്റെ വരിയിലെത്തി. അമ്മായി ആകെ സർപ്രൈസ് ആയിക്കണം എല്ലാവരും കൂടി കണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾക്ക് ബത്തക്ക ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച്. പിന്നെ വീഡിയോയിൽ ഇല്ലാത്ത 2 ആൾക്കാരാണ് അങ്ങനെ രണ്ടാളും കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ നിന്ന്. പിന്നെ അവിടുന്ന് അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മളെ മൂത്തപ്പാൻ്റെ വീടും. അങ്ങനെ അങ്ങോട്ടും പോയി. അവിടെ പോയപ്പോൾ ഒരു പൂച്ചയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനെങ്ങനെ കുറേ നേരം കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അപ്പോൾ സൺസെറ്റ് കാണാൻ പറഞ്ഞാണ്ട് ഇറങ്ങിയാണ്ട് സൺസെറ്റ് കാണാൻ പോയി. പിന്നെ അവിടെ മത്തൊക്കെ ഉണ്ടായിരുന്നു, അത് തിന്ന്. പിന്നെ നമ്മളെ മുത്തമ്മ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കടക്കിടക്കിനും. അങ്ങനെ അത് കുടിച്ച് തിന്ന്. നമ്മളെ വെറൈറ്റി ഉണ്ട്, നമ്മളെ ഐഡിയ ആണത്. പിന്നെ നമ്മൾ പൂച്ചിനോടൊക്കെ ബായി പറഞ്ഞിറങ്ങി. രാത്രി മഗ്‌രിബിൻ്റെ ശേഷമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ വണ്ടിക്കകത്തുനിന്ന് എന്തായാലും 2 വണ്ടി വേണ്ടി വരും. അങ്ങനെ ഓൽക്കൊന്ന് കിട്ടി, നമുക്കൊന്നും കിട്ടി. അപ്പം അത്രേ ഉള്ളൂ.